ഹായ് ഫ്രണ്ട്സ്, മഴക്കാലത്തെ ആംബിയർ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് എത്ര ആംബിയർ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അതായത് നല്ല ഈ ജൂണിലെ മഴയത്ത് ബാറ്ററി വെള്ളമൊക്കെ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറിയ സിറിഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അതിനുള്ളതൊക്കെ കുറയുള്ളൂ. ഒരു 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ബാറ്ററി വെള്ളം കൂടാതെ നമ്മുടെ പാനൽ ക്ലീൻ ചെയ്യണം. അത് മഴക്കാലത്ത് കുഴപ്പമില്ല. നമുക്ക് 10 ആംസ് ആണ് നമുക്ക് ചാർജിങ് കിട്ടുന്നത്. 10 ആംസ് കിട്ടുന്നതിൻ്റെ കാരണം ഇതിനൊക്കെ 8 യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട് ഈ ഒരു മാസം. ഇന്ന് 9-ാം തീയതിയാണ്, ജൂൺ 9. അപ്പം 9 ദിവസം കൊണ്ട് 8 യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടിയെന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ കാരണം തന്നെ നമുക്ക് മഴക്കാലം ആയതുകൊണ്ടാണ്. 24 ആംപിയർ നമുക്ക് ചാർജിങ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചാനലിലുണ്ട്. പാനലിൻ്റെ സെക്ഷൻ നോക്കുവാണെങ്കിൽ പാനൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. പുതിയ പാനൽ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ ജൂണിലെ കാലാവസ്ഥ അറിയാമല്ലോ, മഴയായിരിക്കും. നമുക്ക് മേഘാവൃതമായിട്ട് നിൽക്കുകയാണ്. മഴ തൂളി തുടങ്ങിയിട്ടുണ്ട്. അപ്പം മഴ വലിയ മഴയ്ക്ക് മുമ്പ് എന്നൊക്കെ വീഡിയോ ചെയ്തിട്ടൊന്ന് താഴേക്ക് പോകാം. സൂര്യൻ്റെ ഒരു ഭാഗം പോലും കാണാനില്ല, കാരണം നല്ല രീതിയിലുള്ള മഴക്കാറ് കയറി മഴ തൂളിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നല്ലൊരു മഴ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അടുത്തൊരു മഴയ്ക്കുള്ള തുടക്കമാണ് ഇപ്പം കാണുന്നത്. ചെറിയൊരു വെളിച്ചമുണ്ട്. ചെറിയ വെളിച്ചം എന്ന് പറഞ്ഞാൽ ഒരു വെട്ടം. ആ വെട്ടത്തിലാണ് ഇപ്പം ചാർജിങ് 10 ആംസ് നമുക്ക് ചാർജിങ് കിട്ടുന്നത്. അപ്പം വീണ്ടും ഒരു പാനൽ കൂടെ വാങ്ങാൻ ഉദ്ദേശമുണ്ട്. അപ്പം 225 വാട്ട്സിൻ്റെ 2 പാനൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താണ് ഉപയോഗിക്കാൻ പോകുന്നത്. ബാക്കി 2 പാനൽ നമുക്ക് തൽക്കാലം മാറ്റി വെച്ചിട്ട് നമുക്കത് പ്രൊഡക്ഷൻ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ UTL സോളാറിൻ്റെ 225 വാട്ട്സിൻ്റെ ഒരു പാനൽ, 150 വാട്ട്സിൻ്റെ ഒരു പാനൽ, 50 വാട്ട്സിൻ്റെ ഒരു പാനൽ, അങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. 225 വാട്ട്സിൻ്റെ 2 പാനൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് 450 വാട്ട്സ് ആക്കിയതിന് ശേഷം മറ്റ് 2 പാനൽ വേറെ സ്ട്രിങ് ആയിട്ട് വേറെ ചാർജ് കൺട്രോളർ വഴി ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ആംബിയറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് 24 ആംബിയർ വേണം മാക്സിമം ഈ സെക്ഷനിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ സോളാറിൽ ഉപയോഗിക്കുമ്പം DC കേബിൾ തന്നെ സെലക്ട് ചെയ്യുക. അത് 2 പ്രൊട്ടക്ഷനുള്ള 2 കോട്ടിംഗ് ഉണ്ട്. DC കേബിൾ നമുക്ക് എഴുതി കാണാൻ സാധിക്കും. സോളാർ DC കേബിൾ 6 mm DC കേബിളാണ്. അത് ഏത് കമ്പനി വാങ്ങിച്ചാലും കുഴപ്പമില്ല. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് DC കേബിൾ തന്നെയാണ്, AC കേബിൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പം കഴിവതും DC കേബിൾ തന്നെ സോളാറിന് വേണ്ടി ഉപയോഗിക്കാം. 6 mm DC കേബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 12 ആംസ് ഒക്കെ നമുക്ക് ഇൻപുട്ട് കിട്ടുന്നുണ്ട്. പിന്നെ 40 വോൾട്ട് നമുക്ക് യൂസിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 mm DC കേബിളാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും പാനൽ അപ്ഗ്രേഡിങ് സമയത്ത് നമുക്ക് കേബിൾ മാറ്റണ്ട. 7 മീറ്റർ താഴെ നമുക്ക് കേബിളിൻ്റെ ലെങ്ത് ഉള്ളൂ. അതുകൊണ്ട് തന്നെ 6 mm മതിയാവും. പിന്നെ സീരീസ് പാനൽ കണക്ഷനിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും അപ്ഡേഷൻ തന്നിരിക്കുന്നതാണ്. വീണ്ടും നമ്മൾ പുതിയ പാനലുകൾ ആഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാം. നമുക്ക് കാലാവസ്ഥ നമുക്കറിയാം, എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ. മഴയും വെയിലും മാറിക്കൊണ്ടിരിക്കുന്നു. ചെറിയൊരു ഘട്ടം കയറുന്നുണ്ട് മേഘത്തിൻ്റെ ഇടയിൽ കൂടെ, അതിലാണ് ഈ പ്രൊഡക്ഷൻ കിട്ടുന്നത്. അപ്പോൾ കാര്യമായിട്ട് പകൽ ലൈവായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ബാറ്ററി ചാർജ് ചെയ്യാൻ ഇത് തന്നെ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്.